പഹൽഗാം കൂട്ടക്കുരുതിക്ക് തിരിച്ചടിക്കാൻ സർവസജ്ജമായി സൈന്യം. ഒരു ദൗത്യവും അകലെയല്ല, ഒരു കടലും അത്ര വലുതുമല്ല എന്ന അടിക്കുറിപ്പോടെയാണ് നാവികസേന യുദ്ധക്കപ്പലുകളെ നിരത്തിയിരിക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ ഭയത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് ഉചിതമായ തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചതും പാകിസ്ഥാൻ സൈനിക മേധാവിമാരെയും മന്ത്രിമാരെയും അടക്കം ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. സൈനിക മേധാവിമാരിൽ ചിലരും നൂറുകണക്കിന് സൈനികരും രാജിവെച്ചതും പാക് ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുകയാണ്. തിരിച്ചടിക്കാനുള്ള സമയവും ലക്ഷ്യവും രീതിയും സേനകൾക്ക് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ എന്നിവരുമായി ഔദ്യോഗിക വസതിയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ചർച്ചകളും തീരുമാനവും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ അറബിക്കടലിൽ നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിയിരുന്നു. മിസൈൽ പരീക്ഷണം അടക്കം നടത്തി. ഏതു തരത്തിലുള്ള നടപടിക്കും സേനകൾ സജ്ജമാണെന്ന് കര, വ്യോമ, നാവികസേനാ മേധാവിമാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ്, കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും. ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ്, കൊച്ചിൻ. ഫോൺ 8089 021 666 7034 191 993.